ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ രണ്ടാം ഏകദിനത്തിൽ 358 റൺസിന്റെ കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയിട്ടും പരാജയം രുചിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരമ്പരയിലെ അവസാന പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ടെസ്റ്റ് പരമ്പരയിൽ 0-2 നാണം കെട്ടതിനു ശേഷം ഏകദിന പരമ്പരയെങ്കിലും സ്വന്തമാക്കി ആതിഥേയർക്ക് കണക്ക് തീർക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ ഇരു ടീമുകളും ഓരോ ജയം വീതം നേടി 1-1 എന്ന നിലയിൽ നിലനിൽക്കുന്നതിനാൽ വിശാഖപട്ടണത്ത് ശനിയാഴ്ച നടക്കുന്ന മൂന്നാം ഏകദിനം ഒരു ഫൈനലിന്റെ ആവേശം നൽകുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് 11നെയാണ് ഇന്ത്യ ഇറക്കിയത്. ബാറ്റിംഗ് യൂണിറ്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോഴും ബൗളിംഗ് യൂണിറ്റ് സ്ഥിരതയല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചത് തോൽവിക്ക് വഴിയൊരുക്കി. ഈ പശ്ചാത്തലത്തിൽ മൂന്നാം ഏകദിനത്തിൽ ടീം മാനേജ്മെന്റ് പ്ലേയിങ് 11ൽ എന്ത് മാറ്റങ്ങൾ വരുത്തും, പ്രത്യേകിച്ച് ബാറ്റിംഗ് ആഴം കൂട്ടാൻ ഫിനിഷിംഗ് മെച്ചപ്പെടുത്താനുമായി വാഷിംഗ്ടൺ സുന്ദറിന് പകരം തിലക് വർമ്മയെ പരിഗണിക്കുമോ എന്ന ചർച്ചകൾ സജീവമാണ്. ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ തലവേദനയും മൂന്നാം മത്സരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തടസ്സമാകുന്ന ഘടകവും ബൗളിംഗ് ഓപ്ഷനുകളുടെ കുറവാണ്. ഇത് അജിത് അഗാർക്കർക്ക് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ ദീർഘവീക്ഷണമില്ലായ്മയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ ഏകദിന സ്ക്വാഡിൽ 4 സ്പെഷ്യലിസ്റ്റ് ബൗളർമാർ മാത്രമേ ഉള്ളൂ. ഹർഷിത് റാണ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരെല്ലാം കഴിഞ്ഞ 2 മത്സരങ്ങളിലും കളിച്ചു. ഈ 4 പേരിൽ ഒരാളെപ്പോലും മാറ്റി പകരം മറ്റൊരാളെ പരീക്ഷിക്കാൻ ഇന്ത്യൻ ടീമിന് സാധ്യമല്ല. 2 വിക്കറ്റ് കീപ്പർമാരുടെ ആവശ്യമുള്ളപ്പോൾ 3 പേരെ സ്ക്വാഡിൽ എടുത്തതാണ് പ്രധാന മണ്ടത്തരം. ഇതിൽ ഒരാളെ ഒഴിവാക്കി ഒരു അധിക സ്പെഷ്യലിസ്റ്റ് ബൗളറെ എടുത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഈ പരിമിതി നിലനിൽക്കുന്നത് കൊണ്ട് നിർബന്ധിതമായും ഒരേ ബൗളിംഗ് ലൈനപ്പിൽ ഇന്ത്യക്ക് വിശ്വസിക്കേണ്ടി വരും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യയുടെ ബാറ്റിംഗ് യൂണിറ്റ് കാഴ്ചവെച്ച പ്രകടനം ആശങ്കകൾക്കിടമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 5 സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഓപ്പൺ ചെയ്യുക. ആദ്യ 2 മത്സരങ്ങളിലും കാര്യമായി തിളങ്ങാൻ സാധിക്കാതെ പോയ ജയ്സ്വാളിന് ഈ മത്സരം ഏറെ നിർണായകമാണ്. ഗിൽ അടുത്ത പരമ്പരയിൽ ഓപ്പണറായി ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുള്ളതിനാൽ മികച്ച ഒരു ഇന്നിംഗ്സുമായി ഏകദിന പരമ്പര അവസാനിപ്പിക്കാനുള്ള അവസാന അവസരമായിരിക്കും ഇത്. ആദ്യ 2 മത്സരങ്ങളിലും സെഞ്ചുറി കുറിച്ച കോഹ്ലി വിസാഖിൽ ഹാട്രിക് സെഞ്ചുറിയാണ് ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിന്റെ ഫോം ഇന്ത്യൻ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. രണ്ടാം ഏകദിനത്തിൽ തന്റെ കന്നി ഏകദിന സെഞ്ചുറി കുറിച്ച ഋതുരാജ് മികച്ച ആത്മവിശ്വാസത്തിലാണ്. 4ാം നമ്പറിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മധ്യനിരയ്ക്ക് ബലം നൽകുന്നു. ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ രാഹുൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും 50+ സ്കോറുകൾ നേടി ഫോം നിലനിർത്തുന്നു. അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മികവ് ടീമിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ പ്ലേയിങ് 11ൽ ഒരു മാറ്റത്തിന് സാധ്യതയുള്ള ഒരേയൊരു സ്ഥാനം ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന്റേതാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബാറ്റിംഗിലോ ബൗളിംഗിലോ തന്റെ ഓവർ ക്വാട്ട പൂർത്തിയാക്കാനോ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനോ വാഷിംഗ്ടൺ സുന്ദറിന് സാധിച്ചിട്ടില്ല. നിർണായകമായ ഈ മത്സരത്തിൽ സുന്ദറിനെ ഒഴിവാക്കി കൂടുതൽ ഫിനിഷിംഗ് കരുത്തുള്ള ഒരു ബാറ്ററെ ടീം മാനേജ്മെന്റ് പരിഗണിച്ചേക്കും. T20 സ്പെഷ്യലിസ്റ്റായ യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയ്ക്ക് 6ാം നമ്പറിൽ അവസരം നൽകാൻ സാധ്യതയുണ്ട്. തിലക് എത്തിയാൽ അത് ടോപ്പ് ഓർഡറിന് ശേഷം ടീമിന്റെ ഫിനിഷിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. കൂടാതെ ആവശ്യമെങ്കിൽ ബൗളിംഗിലും തിലകിനെ കുറച്ച് ഓവറുകൾ ഉപയോഗിക്കാം. ഇത് ടീമിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് മെച്ചപ്പെടുത്തും. തിലക് വർമ്മ കളിച്ചാൽ പോലും ബൗളിംഗ് ഓപ്ഷനുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ബൗളർമാർ അവരുടെ പൂർണ്ണമായ കഴിവ് പുറത്തെടുക്കേണ്ടത് അനിവാര്യമാണ്. വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ 7ാം നമ്പറിൽ ബാറ്റിംഗ് ആഴം നൽകും. ജഡേജയുടെ സ്പിൻ ബൗളിംഗ് നിർണായകമാകും. പിന്നാലെ പേസർ ഹർഷിത് റാണ കളിക്കും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ കുൽദീപ് യാദവും ഉണ്ടാകും. ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ കുൽദീപിന്റെ റിസ്റ്റ് സ്പിൻ ബ്രേക്കുകൾ നിർണായകമാകും. പേസ് ജോഡികളായ അർഷ്ദീപ് സിംഗും പ്രസിദ്ധ് കൃഷ്ണയും തന്നെ കളിക്കും. രണ്ടാം ഏകദിനത്തിൽ പിഴവുകൾ തിരുത്തി കൂടുതൽ കൃത്യതയോടെയും വിക്കറ്റ് വീഴ്ത്തിയും ഇവർ ടീമിന് പിന്തുണ നൽകേണ്ടതുണ്ട്. വിസാഖിലെ പിച്ചിൽ നിന്ന് അധികം പിന്തുണ ലഭിച്ചില്ലെങ്കിൽ പോലും ഈ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യ വിജയത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. തിലക് വർമ്മയെ 6ാം നമ്പറിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഫിനിഷിംഗിൽ കൂടുതൽ റൺസ് നേടാനും ടോപ്പ് ഓർഡർ തകർന്നാൽ ടീമിനെ രക്ഷിക്കാനും സാധിക്കും. പ്രസിദ്ധ് കൃഷ്ണയും അർഷ്ദീപ് സിംഗും ആദ്യ ഓവറുകളിൽ കൂടുതൽ കൃത്യതയോടെയും സമ്മർദ്ദമില്ലാതെയും പന്തെറിഞ്ഞ് വിക്കറ്റുകൾ വീഴ്ത്തേണ്ടതുണ്ട്. 358 റൺസ് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ടീം ബൗളിംഗ് യൂണിറ്റിൽ വലിയ പുരോഗതി വരുത്തേണ്ടതും അനിവാര്യമാണ്. ടെസ്റ്റ് പരമ്പരയിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ ഏകദിന പരമ്പര വിജയം അനിവാര്യമായ ഇന്ത്യൻ ടീമിന് വിസാഖിലെ മത്സരം ഒരു അഗ്നിപരീക്ഷയാണ്. ക്യാപ്റ്റൻ KL രാഹുലിന്റെ നേതൃത്വത്തിലുള്ള യുവ ടീം കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബാറ്റിംഗ് യൂണിറ്റിന്റെ സ്ഥിരതയെ വിശ്വസിച്ചുകൊണ്ട് തിലക് വർമ്മയെ പോലെ യുവരത്നത്തെ പ്ലേയിങ് 11ൽ ഉൾപ്പെടുത്തി ഒരു സ്ട്രാറ്റജിക് മാറ്റത്തിന് ടീം തയ്യാറായാൽ അത് പരമ്പര വിജയത്തിലേക്ക് വഴി തുറന്നേക്കാം. സെലക്ഷൻ കമ്മിറ്റിയുടെ പിഴവുകൾ കാരണം ബൗളിംഗ് ഓപ്ഷനുകളിൽ പരിമിതമായിരിക്കുമ്പോൾ പോലും നിലവിലുള്ള ബൗളർമാർ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടത് രാജ്യത്തിന്റെ അഭിമാനത്തിനും അത്യാവശ്യമാണ്. ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 രോഹിത് ശർമ്മ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ഋതുരാജ്, ഗെയ്ക്വാദ്, KL രാഹുൽ, തിലക് വർമ്മ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാണ്.